ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ പതിവ് പോലെ തന്നെ ഒത്തിരി ജോബ് വേക്കൻസികൾ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്ക് ഏകദേശം ഇനി ഒരാഴ്ചയോളമുള്ള എല്ലാ കാര്യങ്ങളും ഷെഡ്യൂള് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ ഒരുപാട് പേര് വയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് പോയി കാണണം. അതേപോലെ തന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എൻ്റെ കസിൻ സിസ്റ്ററുടെ വീട്ടിലൊക്കെ ഒന്ന് പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ടൈമിലും നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. എന്നാലും മാക്സിമം ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സി വികൾ, അത് നിങ്ങൾ എല്ലാവരും വന്ന് നമുക്ക് കണ്ടില്ലെങ്കിലും സി വികൾ വിടാനുള്ള കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് ഞാൻ തരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതേപോലെ തന്നെയാണ് ഒരുപാട് ആളുകളിൽ നിന്ന് ഏകദേശം 100 ആളുകളുടെ സി വികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോസ്റ്റൽ അഡ്രസ്സാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സി വികൾ അയച്ചാൽ മതി. കാരണം ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ രാവിലെ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ വരേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ സി വികൾ അയച്ചു തന്നാൽ മതി. എനിക്ക് വരുന്ന ജോബ് വേക്കൻസികൾ ഉണ്ടെങ്കിൽ നേരിട്ട് വരുന്ന ജോബ് വേക്കൻസി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും. അതൊരു ഗ്രൂപ്പ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കിയിട്ടിട്ട് നമ്മൾ ആവശ്യമുള്ള എനിക്ക് നേരിട്ട് വരുന്ന ജോബുകളാണെന്നുണ്ടെങ്കിലാണ് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. നേരിട്ട് വരുന്നതാകുമ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഓണേഴ്സിന് നമുക്കറിയുന്ന സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജോബ് വേക്കൻസികൾ വരുന്ന പക്ഷം ഞാനത് ആ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അതിനുശേഷം മാത്രമേ നമ്മൾ ചാനൽ വഴി ഇടുകയുള്ളൂ. അപ്പോൾ സി വികൾ അയക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ വഴി, കൊറിയർ അല്ല അയക്കേണ്ടത്, പോസ്റ്റലാണ് അയക്കേണ്ടത്. പോസ്റ്റിൽ അയക്കുമ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിൽ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റ്മാനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടത് നമുക്കത് എത്തിച്ചു തരാനും പറ്റുമല്ലോ. ഇപ്പോൾ അതെല്ലാം എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം സി വി അയച്ചപ്പോൾ ഏകദേശം 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെയാണ് സി വികൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് നമുക്ക് കളക്ട് ചെയ്യാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പോസ്റ്റിലാകുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കളക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അഡ്രസ്സ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നാളെ ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അത് മാത്രമല്ല ഒരുപാട് പേര് വരുന്നത് കൊണ്ട് ഒരുപാട് അസൗകര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളുണ്ട്. അത് എനിക്കല്ല ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഇവിടെ വന്ന് വരാനും എത്തിപ്പെടാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സി വികൾ നിങ്ങൾ പോസ്റ്റൽ വഴി ഇടുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് എന്ത് ജോബുകളാണ് അന്വേഷിക്കുന്നത്, അത് നിങ്ങൾക്ക് പറ്റുന്ന ജോബ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് സി വിയിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്താ ലെറ്ററായിട്ട് അയക്കുന്നതായതുകൊണ്ട് ഒരു സി വി മാത്രം ഉള്ളിൽ വെക്കുക. അതേപോലെ തന്നെ ഒരു ലെറ്റർ, അതായത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാം സി വിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ ലെറ്ററും കൂടി ഉൾപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമുക്ക് അന്വേഷിക്കുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരാൻ പറ്റും. എനിക്ക് എൻ്റെ ഒഴിവ് പോലെ റിപ്ലൈ തരാൻ പറ്റുള്ളൂ. ഓൾറെഡി ഇപ്പോൾ ഗ്രൂപ്പിലുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് വഴിയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തിങ്കളാഴ്ച വരാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. കാരണം കൊച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. കാരണം ഒരു സിസ്റ്റർ വീട്ടിൽ വീട് പണി നടക്കുകയാണ്. അപ്പോൾ അവിടേക്കൊന്ന് പോകണം എന്നുണ്ട്. കുറേ ദിവസമായി വിളിക്കുന്നു, പോകാൻ പറ്റിയിട്ടില്ല. അവിടെ പോകണം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോകണം. ഓൾറെഡി നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കുറഞ്ഞ ദിവസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ അതൊന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഓൾറെഡി നമ്മൾ എന്താ പറയുക, ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ അനുബന്ധിച്ച് തന്നെ ഞാൻ ഒരുപാട് ഫുഡ് റിസർച്ച് ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടി ഡെവലപ്പ് ആകുന്ന രീതിയിലേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ടുള്ള, തൊട്ടടുത്തല്ല കുറച്ച് ദൂരമായിട്ട് വണ്ടൂർ വെച്ചിട്ട് അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ പോകണം. ബൈ ചാൻസ് ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കോഴ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തായാലും പകലാണുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെ അപ്പോൾ നമുക്ക് പോയി അന്വേഷിക്കണം, കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് ആളുകളെ കാണാനുണ്ട്. വയ്യാതിരിക്കുന്ന ആളെടുത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് പോയി വന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് നമ്മളൊന്ന് പോകണം. പിന്നെ ഞാനിവിടെ സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ജോബ് വേക്കൻസിയിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള ജോബുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴിയാണ്, അല്ലെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിൽ ഐ ഡി വഴിയാണ് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കുക സി വി. എന്നിട്ട് അവർ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക. അതേപോലെ തന്നെ പിറ്റേ ദിവസം ഇടുന്ന ജോബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ ചാൻസ് ഉള്ളത് വിസിറ്റിംഗ് വിസയിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക്. അതേപോലെ തന്നെ
പിന്നെ ക്യാൻസൽ വിസ ആയിട്ടുള്ള മറ്റ് GCC എക്സ്പീരിയൻസ് ഒക്കെ കൂടുതൽ ജോബിനും ആവശ്യം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള ആളുകളെ നോക്കുന്നുണ്ട്. ആര് പണം ചോദിച്ചാലും നിങ്ങൾ പണം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെ അറിയിക്കുന്നത് സർവീസ് ചാർജ് ഇല്ലാത്ത വിസകളൊക്കെ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണെന്നാണ്. വിസിറ്റിംഗ് വിസയിലാണ് കയറിപ്പോകേണ്ടത്, സ്വന്തം നിലയ്ക്ക് നമുക്കെടുത്ത് കയറി പോകാവുന്നതാണ്. അതേപോലെ തന്നെ ആരും കൊടുത്തിട്ട് നമ്പറുകളിൽ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. വാട്സപ്പ് വഴി തന്നെ നിങ്ങൾ CV അയച്ചു കൊടുത്തിട്ട് അവർ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കേണ്ടതാണ്. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോസിലും ഒക്കെ ഇടാം. അപ്പോൾ ഇന്നലെ മാമോദീസ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസ് ഞാൻ സമയം കിട്ടുമ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ അത് ഇന്നലെ പോയപ്പോൾ ഒരുപാട് ആളുകൾ കണ്ട ആളുകളൊക്കെയാണ്, അവരൊക്കെയാണ് എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഒന്ന് പള്ളിയിലൊക്കെ പോയിട്ട് അതെല്ലാം കഴിഞ്ഞ് കുർബാനയൊക്കെ പങ്കെടുത്ത് പിന്നെ അപ്പൻ്റെ കല്ലറയിലൊക്കെ ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കാരണം വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അപ്പം മരിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ വരുന്ന നവംബർ മാസം 26-ാം തീയതി ആകുമ്പോഴാണ് 2 വർഷം പൂർത്തിയാകുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ്ടും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പൊന്നൂന് ചെറിയ രീതിയിൽ കുറവുണ്ട്, അതേപോലെ വൈഫിനും കുറവുണ്ട്. അപ്പോൾ ഇനി നാളെ മുതൽ കൊച്ച് സ്കൂളിൽ വിടണം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ വീടുണ്ട് തൃശ്ശൂർ. സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ ചാനലിട്ടിട്ട് കയറി പോകുന്നതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ അവൻ്റെ വീട്ടിലൊന്ന് പോകണം. അത് മിക്കവാറും ഈ വീക്കെൻഡൊക്കെ ആകുമ്പോഴായിരിക്കും മിക്കവാറും പോകാൻ പറ്റുക, അങ്ങനെ വിചാരിക്കുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീക്കെൻഡിലേക്കായിരിക്കും പോവുക. കാരണം ഈ വീക്കെൻഡിൽ എന്തെങ്കിലും ബൈ ചാൻസ് ഇപ്പോൾ നമുക്കിവിടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനിറങ്ങുക വേണം. ഓക്കെ ബൈ. ഞാൻ ആദ്യമേ കൊടുത്തിട്ടുള്ള ഈ വേക്കൻസി സൗദി അറേബ്യയിലെ ഫേമസ് ഗ്രൂപ്പായിട്ടുള്ള അൽബേക്കിലാണ്. അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്, നല്ല സ്ഥാപനമാണ്, എല്ലാവർക്കും വിശ്വസിച്ച് പോകാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നതാണ്. കമ്പനി നേരിട്ട് വിസ അതേപോലെ തന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി എടുത്തു തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ പോയിട്ട് എല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം എല്ലാവർക്കും ഈ വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ല കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ബാക്കി എല്ലാ ജോബ് വേക്കൻസികളും വിസ ഫ്രീ ആയിട്ടാണ് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് ആരും പണം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.